നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പെസഹ വ്യാഴം തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡേവിസ് ചെർമൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മച്ചാട്, പൊങ്ങണംകാട് തുടങ്ങി എല്ലാ ദേവാലയങ്ങളിലും പെസഹ ആചരിച്ചു. ചിറക്കക്കോട് എളങ്ങല്ലൂർ മനയിൽ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭാഗവത ശ്രീ പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ 8 വരെ നടത്തുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ വാഗ്ദാന പത്രികയും വിഷൻ വടക്കാഞ്ചേരി കോൺക്ലേവ് പരിപാടിയും AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂതൃക്കോവ് ചെറുകുളങ്ങര ക്ഷേത്രത്തിലെ വേലാഘോഷം ഏപ്രിൽ 2-ന് ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പെസഹ വ്യാഴം തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡേവിസ് ചെർമൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശു ക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം നടത്തിയ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ വ്യാഴം ചടങ്ങുകൾ ആചരിച്ചത്. 50 നോമ്പിലെ വിശുദ്ധവാരത്തിലെ 5ാം ദിനമായ പെസഹ വ്യാഴം വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ചടങ്ങാണ്. അന്ത്യ അത്താഴവേളയിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ചതിനെ അനുസ്മരിച്ച് പള്ളിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ വികാരി കഴുകി ചുംബിച്ചു. പെസഹായോടനുബന്ധിച്ച് ഭവനങ്ങളിൽ അപ്പവും പാലും തയ്യാറാക്കി പ്രാർത്ഥനയോടെ മുറിച്ചു പങ്കിടുന്ന ചടങ്ങുകളും നടക്കും. കുരിശുമരണത്തിന് മുന്നോടിയായി യേശു നൽകിയ പുതിയ ഉടമ്പടിയുടെ സ്മരണ കൂടിയാണ് ഈ ദിനം. വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കു ശേഷം വെള്ളിയാഴ്ച ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കും. വ്യാഴാഴ്ച രാവിലെ 6:30 മുതൽ ആരംഭിച്ച പെസഹ വ്യാഴ ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പുത്തൂർ, കൈക്കാരന്മാരായ ആന്റോ വി മാത്യു, ലിയോ ആലപ്പാട്ട്, പിയൂസ് ചാലിശ്ശേരി, ടോമി കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെസഹ വ്യാഴം തിരുക്കർമ്മങ്ങൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കുന്ന പെസഹ ദിനം മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ആചരിച്ചു. മണ്ണോളം താഴ്ന്ന ദൈവം പാദം കഴുകി പ്രാണൻ പകർന്ന് പുതിയ ഒരു പെസഹ കുഞ്ഞാടായ ദിനത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ നിതിൻ പൊന്നാരി, ഡീക്കൻ ജോബി വടയാറ്റുകുഴി CMI, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, പ്രതിനിധി യോഗം അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ആവാസത്തെ ഏറ്റുപറയാൻ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി ആശിച്ചുകൊണ്ട് ഈ പ്രദർശനത്തിൽ നമുക്ക് പങ്കുചേരാം.
സ്വർഗത്തിൽ വസിക്കുന്നത് നമ്മുടെ സ്വർണ്ണ സത്രാരികളിൽ വസിക്കാനല്ല. എന്റെ ശരീരമാണ് യഥാർത്ഥത്തിലുള്ള ഭക്ഷണം, എന്റെ രക്തമാണ് യഥാർത്ഥത്തിലുള്ള പാനീയം. എന്റെ ശരീരം ഭക്ഷണം യോഗ്യതയോടെ സ്വീകരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലൂർദ് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരാൻ, അസിസ്റ്റന്റ് വികാരിമാരായ റവറൻ ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, ഗോഡ്വിൻ കിഴക്കൂടൻ, റവറൻ ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ എന്നിവർ സഹകാർമ്മികരായി. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശയാണെന്നും ഈശോ അനന്യമായ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രസംഗിച്ചു. ലൂർദ് കത്തീഡ്രലിൽ വൈദികരുടെ പാദങ്ങളാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് കഴുകി ചുംബിച്ചത്. ചടങ്ങുകൾക്ക് നടത്തുകൈകാരൻ സെബി പാനിക്കുളങ്ങര, കൈക്കാരന്മാരായ ജോർജ് കവലക്കാട്ട്, റോഷൻ പുതുക്കാടൻ, ഭക്തസംഘടനാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി എന്നും കൂടെയായിരിക്കാൻ സ്വജീവൻ പങ്കുവച്ച് നൽകുകയും ഈശോ മിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണയിൽ ലോകം പെസഹ തിരുനാൾ ആചരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന പെസഹ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി മുഖ്യ കാർമ്മികനായി. തിരുക്കർമ്മങ്ങൾക്കിടയിൽ ഫാദർ ജോജോ എടത്തുരുത്തി 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ദേവാലയത്തിൽ നടന്നു. പള്ളിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരാധനയും പൊതു ആരാധനയും നടന്നിരുന്നു. ഉച്ചയ്ക്ക് 12:30 പെസഹ ഊട്ടിന് വർഗീസ് ചാലക്കൽ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ സെലസ്റ്റി CSS, ബ്രദർ ജീസൻ പുത്തൂർ, ട്രസ്റ്റിമാരായ ചാൾസ് ആലപ്പാട്ട്, രാജൻ കാട്ടുകുടിയിൽ, ജോൺ കല്ലിയേൽ, നിക്സൺ ആലപ്പാട്ട്, കേന്ദ്ര സമിതി കൺവീനർ EG ജോജു, സെക്രട്ടറി ജോണി ചിറ്റിലപ്പിള്ളി, ഏകോപന സമിതി പ്രസിഡന്റ് PP ഡേവിസ്, പ്രധാന യോഗം സെക്രട്ടറി തോമസ് പുത്തൂർ, ദേവാലയ ശുശ്രൂഷകളായ CB സജി, ഗേളി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ക്രിസ്തു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കി പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ പെസഹ വ്യാഴം ആചരിച്ചു. രാവിലെ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി റവറൻ ഫാദർ ജോബി ചുള്ളിക്കാടൻ മുഖ്യ കാർമ്മികനായി. ശേഷം കാൽ കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. കുടുംബ കൂട്ടായ്മകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ ആരാധന നടന്നു. വൈകിട്ട് കുരിശിന്റെ വഴി കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സമാപനവും പൊതു ആരാധനയും ഉണ്ടായിരുന്നു. ഇടവകയിലെ കൈക്കാരന്മാർ, പൊങ്ങണംകാട് സെന്റ് എലിസബത്ത് കോൺവെന്റ്, മേഴ്സി സ്കൂൾ കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ് എന്നിവരും നേതൃത്വം നൽകി. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വാർത്തകളിനി ഇടവേളയ്ക്കു ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും
ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ പെസഹ വ്യാഴം ആചരിച്ചു. രാവിലെ ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. വിവിധ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും പൊതു ആരാധനയ്ക്ക് ശേഷം അപ്പമുറിക്കൽ ചടങ്ങ് നടന്നു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, ഡീക്കൻ അഖിൽ സണ്ണി, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയേക്കൽ, വർഗീസ് കൊഴുക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത്, വിജീഷ് അറങ്ങാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് Israel.
ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ വാഗ്ദാന പത്രികയും വിഷൻ വടക്കാഞ്ചേരി കോൺക്ലേവ് പരിപാടിയും AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ വടക്കാഞ്ചേരിയിൽ നോളജ് ഇക്കോണമി വളർത്തും. വർഷത്തിൽ 10 സ്റ്റാർട്ടപ്പ് വീതം വടക്കാഞ്ചേരിയുടെ 50 സ്റ്റാർട്ടപ്പുകൾ സാധ്യമാക്കും. വനിതകൾക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ 1000 പേർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കും. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങളും കായിക പരിശീലനവും ഉറപ്പാക്കും. വെൽനസ് പാർക്ക് മുതിർന്ന പൌരന്മാരുടെ മാനസിക ഉല്ലാസവും സാമൂഹിക ഇടപെടലുകളും സാധ്യമാക്കും. എല്ലാവർക്കും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും. ഇതാണ് വാഗ്ദാന പത്രികയിലെ ഉള്ളടക്കം. ആദ്യ കോപ്പി പ്രകാശനം അജിത് കുമാർ മല്ലയ്യയ്ക്ക് നൽകി നിർവഹിച്ചു. AICC സെക്രട്ടറി സഞ്ജയ് ദത്ത്, KPCC സെക്രട്ടറി രാജേന്ദ്ര രഗത്ത്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, അനിൽ അക്കര, DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, ജിജോ കുര്യൻ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. കോൺക്ലേവിൽ ശശികുമാർ കൊടക്കാടത്ത്, അജിത് കുമാർ മല്ലയ്യ, V അനിരുദ്ധൻ, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ എന്നിവർ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഒന്നാമത്തെ എഡ്യൂസിറ്റി ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ വടക്കാഞ്ചേരിയിൽ നോളജ് ഇക്കണോമി വളർത്തും. സ്റ്റാർട്ടപ്പ് വടക്കാഞ്ചേരി വർഷത്തിൽ 10 സ്റ്റാർട്ടപ്പ് വീതം വടക്കാഞ്ചേരിയിൽ വന്ന 5 വർഷം 50 സ്റ്റാർട്ടപ്പുകൾ സാധ്യമാക്കും. എല്ലാവർക്കും കുടിവെള്ളം, മണ്ഡലത്തിൽ സമ്പൂർണ്ണമായ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും. ഷീ സ്കിൽ സെന്റർ which is pending in Supreme Court. In the last 10 years, that particular corruption case has been adjourned 37 times. 37 times that case has been adjourned, hasn't come up for hearing. That cannot happen without the tacit support of the powers in Delhi. And when Mr. Modi succumbs to Donald Trump's diktat for buying and not buying Russian oil, from doing the agricultural deal, from sacrificing the future of our cotton farmers, our corn farmers, our soybean farmers, and our spice farmers, opening up Indian market to American agricultural products, when we have pretty much surrendered to the Americans, not one leader of CPM or CPI has opposed that policy. I remember the same party when Manmohan Singh was Prime Minister. bypass എന്ന് പറഞ്ഞ പ്രോജക്റ്റ് മണ്ണ് പരിശോധന നടക്കുന്ന ഇടമാണ് വടക്കാഞ്ചേരി. മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റമായി വടക്കാഞ്ചേരി ബൈപ്പാസും അതിന്റെ കൂടെ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ മിനി ബൈപ്പാസ് വടക്കാഞ്ചേരി പട്ടണത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും, നിർമ്മിക്കും എന്നുള്ള ഉറപ്പാണ് നമുക്ക് പറയാനുള്ള അടുത്ത 7ാമത്തെ പോയിന്റ്. അങ്ങനെ വടക്കാഞ്ചേരിയെ കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എടുത്തിട്ടത്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാൽ വടക്കാഞ്ചേരിയെ കുറിച്ചുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റായി വടക്കാഞ്ചേരിക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ, അത് ആലോചിക്കാനുള്ള യോഗമാണ് ഇവിടെ എത്തിച്ചേർന്ന വടക്കാഞ്ചേരിയിലെ പൗരപ്രമുഖരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും, അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലെ എല്ലാ നേതാക്കളും ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ ഈ വടക്കാഞ്ചേരിയെ കുറിച്ചുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന സമൂഹത്തെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സച്ചിൻ പൈലറ്റ് ജി നമ്മുടെ കോൺക്ലേവ് ഉദ്ഘാടനം. ചിറക്കക്കോട് എളങ്ങല്ലൂർ മനയിൽ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭാഗവത ശ്രീ പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ 8 വരെ നടത്തുന്നു. ചലച്ചിത്ര താരങ്ങളായ വിധുബാല, ജലജ, ശാന്തികൃഷ്ണ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ദീപാരാധനയ്ക്കു ശേഷം ഭാഗവത ശ്രീ പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ മഹാത്മ്യവായന ഉണ്ടായിരുന്നു. तुम प्रिय हो, तुम प्रिय
സ്ത്രീകൾ മറ്റുള്ള മതങ്ങളിൽ പോലെയല്ല. സനാതനധർമ്മം സയൻസ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, കഴിഞ്ഞ ആഴ്ച മധ്യപ്രദേശിലെ കുറച്ച് കുട്ടികൾ IIT-യിൽ അവർ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, നമ്മൾ വെള്ളമൊഴിക്കലും മണ്ണൊഴിക്കലും ഇത്യാദികളൊക്കെ ചെയ്യുന്ന ആ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇപ്പോൾ സൗണ്ടിൽ, ഒരു പ്രത്യേകതരം സൗണ്ടിൽ കൂടെ തീയെ കെടുത്താൻ കഴിയും എന്നുള്ള ഒരു എക്യുപ്മെൻ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിത് പറയുന്നത് ആ സൗണ്ട് വേവിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിലുള്ള ഓക്സിജൻ ഇല്ലാതെയാവുന്നു, അപ്പം തീന് കത്താൻ കഴിയില്ല, അപ്പം തീ കെടും. അപ്പോൾ സൗണ്ട് വേവിന് അത്രയധികം പവറുണ്ട്. ഒല്ലൂതൃക്കോവ് ചെറുകുളങ്ങര ക്ഷേത്രത്തിലെ വേലാഘോഷം ഏപ്രിൽ 2-ന് ആഘോഷിച്ചു. രാവിലെ 4:30 നട തുറക്കൽ, ഗണപതി ഹോമം, അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, പന്തീരടി പൂജ തുടങ്ങിയ ക്ഷേത്ര പൂജകൾക്കു ശേഷം പ്രസാദ ഊട്ടും നടന്നു. വൈകിട്ട് 4 മുതൽ 6:45 വരെ പാണ്ഡിമേളവും തുടർന്ന് ദീപാരാധനയ്ക്കു ശേഷം 7 മണി മുതൽ പാനാവൂർ ശ്രീഹരി, അർജുൻ S. മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും നടത്തി. തുടർന്ന് രാത്രി 9 മുതൽ കേളി, മദ്ദളം, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം എന്നിവയോടുകൂടി വേല സമാപിച്ചു. ജില്ലയിലെ തന്നെ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന വോട്ടറായ ജാനകി മുത്തശ്ശിയെ LDF സ്ഥാനാർത്ഥി K. രാജൻ സന്ദർശിച്ചു.
പുത്തൂർ ചെറുകുന്ന് പ്രദേശത്ത് വട്ടക്കുളം വീട്ടിൽ ജാനകിയാണ് ഏറ്റവും മുതിർന്ന വോട്ടർ. വയസ്സ് 111. രാവിലെ തെരഞ്ഞെടുപ്പ് അധികൃതർ വീട്ടിലെത്തി മുത്തശ്ശിയുടെ വോട്ട് രേഖപ്പെടുത്തി. വൈകിട്ട് കെ രാജൻ സന്ദർശിക്കാനെത്തിയപ്പോൾ മുത്തശ്ശിയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. രാജനല്ലേ എന്ന് ഉറപ്പാക്കിയ ശേഷം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് രാവിലെ എന്താ വരാതിരുന്നതെന്ന് ചോദ്യം. വീട്ടിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി വരാൻ പാടില്ല എന്നും സ്ഥാനാർത്ഥിയുടെ മറുപടിയും ഈ പ്രായത്തിലും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം മുത്തശ്ശിയുടെ മുഖത്ത് പ്രതിഫലിച്ചു. ഇപ്പോഴും വലിയ ആവേശമാണെന്നും കോവിഡിന് പോലും തളർത്താനാകാത്ത പോരാളിയാണ് മുത്തശ്ശിയെന്നും കെ രാജൻ പറഞ്ഞു. 108-ാം വയസ്സിൽ നവകേരള സദസ്സിന് മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ മുത്തശ്ശി വന്ന കാര്യവും കെ രാജൻ ഓർത്തെടുത്ത് പറഞ്ഞു. വയസ്സിലെ ഇപ്പോ നമ്മുടെ ജില്ലയിലെ മാത്രല്ല സ്റ്റേറ്റില് തന്നെ നൂറ്റിയെട്ട് വയസ്സിൽ മുഖ്യമന്ത്രിനെ കാണാൻ വന്നു വെള്ളാനിക്കര യൂണിവേഴ്സിറ്റിയിലേക്ക് നവകേരള സദസ്സിൽ. കാലത്തെ വോട്ട് നടക്കുമ്പോഴേ നമ്മൾ സ്ഥാനാർത്ഥി വന്നിരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. ഇടവേള. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകളിലേക്ക് വീണ്ടും. തൃശ്ശിവപേരൂർ ജനകീയ മുന്നണി NDA തൃശൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ വിജയത്തിനു വേണ്ടി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. തൃശൂർ നിയോജക മണ്ഡലത്തിലെ 350ഓളം പ്രവർത്തകർ പങ്കെടുത്തു. മഹാരാഷ്ട്ര MLC ശ്രീകാന്ത് ഭാരതി ഉദ്ഘാടനം ചെയ്തു. മുന്നണി ചെയർമാൻ സുരേഷ് കുഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ രാജു പേരമംഗലത്ത് ഹാരമണിയിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, സൗമ്യ രാജീവ്, ഓമന സുരേന്ദ്രൻ, സുമേഷ് കേശവൻ, മോഹനൻ ദേവസ്വം പറമ്പിൽ, ഷാജഹാൻ റാവുത്തർ, ജോയ് സി, രമ്യ രാജൻ, സ്മിത ചിട്ടിശ്ശേരി, ഹുസൈൻ ഓമശ്ശേരി, മണികണ്ഠൻ പൂങ്കുന്നം എന്നിവരും പ്രസംഗിച്ചു. വോട്ടർ ബോധവൽക്കരണത്തിന്റെ മ്യൂസിക് വീഡിയോ ഗായിക ജില്ലാ കളക്ടർ വീഡിയോ പ്രകാശനം ചെയ്തു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സ്വീപ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പാടിയ സ്വീപ് സോങ് വീഡിയോ ജനപ്രിയമാകുന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്വീപ് സോങ്ങിന്റെ പ്രകാശനം അസിസ്റ്റന്റ് കളക്ടറും സ്വീപിന്റെ നോഡൽ ഓഫീസറുമായ സ്വാതി മോഹൻ റാത്തോഡും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആർ മനോജും ചേർന്ന് നിർവഹിച്ചു. തൃശൂരിലെ പൊതുജനങ്ങളെ വോട്ട് ചെയ്യാൻ ക്ഷണിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതിയത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി കെ വേലായുധനാണ്. തൃശൂരിന്റെ തനിമയും പൈതൃകവും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ചെറുതുരുത്തി കഥകളി സ്കൂളിലെ ക്രിയേറ്റീവ് ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെയും ഡയറക്ടർ വിനു വി ദേവന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഗാനത്തിന്റെ ചിത്രീകരണവും ചിട്ടപ്പെടുത്തലും നിർവഹിച്ചിരിക്കുന്നത്. വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം സ്വീപ് പ്രചാരണ പരിപാടികൾ ശക്തമാകുമ്പോൾ കുട്ടിക്കാലം മുതൽ സംഗീതം പഠിച്ച ജില്ലാ കളക്ടറുടെ ആലാപന ശൈലിയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. സ്വീപ് സോങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറെയും ജില്ലാ കളക്ടർ പ്രത്യേകം അനുമോദിച്ചു, ആദരിച്ചു. സ്വീപിന്റെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബിനി സെബാസ്റ്റ്യൻ, കഥകളി സ്കൂളിൽ നിന്നുള്ള അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. ഞാനും വരാം തൃശൂർ വോട്ടിൻ പൂരം കാണാൻ. പോരൂ പോരൂ നാട്ടുകാരെ, പോരൂ പോരൂ കൂട്ടുകാരെ, നാടിൻ ഭാവി നിശ്ചയിക്കാൻ വോട്ടു ചെയ്തിടാൻ. നാടറിഞ്ഞ് നല്ല നാടിൻ നന്മകൾ ശരിക്കറിഞ്ഞ് നമ്മുടെ സാരഥികളെ നമ്മളറിഞ്ഞ് വോട്ടു ചെയ്തു ശ്രേഷ്ഠരാകാൻ, നാടിൻ ഭാവി നിശ്ചയിക്കാൻ നാട്ടുകാരെ പോളിംഗ് ബൂത്തിൽ പോകാം നമുക്ക്. വോട്ടു ചെയ്യൽ ശ്രേഷ്ഠമാണ്, നാടിൻ ഭാവി നമ്മളിലാണ്, ജനാധിപത്യത്തിൻ ശക്തി നമ്മളിലാണ്. വോട്ടു ചെയ്യാം നാട്ടുകാരെ, വോട്ടു ചെയ്യാം കൂട്ടുകാരെ, വോട്ടു ചെയ്താൽ നമ്മൾ തന്നെ ജയിക്കുമല്ലോ. സേഫ് ഓട്ടോസ് ഫ്രണ്ട്സ് ഓഫ് പോലീസ് പദ്ധതി ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി തൃശൂർ റൂറൽ പോലീസ്. 4 ഘട്ടമായി നടന്ന പരിപാടിയിൽ തൃശൂർ റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 650 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പങ്കെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി റാവഡ ആസാദ് ചന്ദ്രശേഖർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 4 ഘട്ടങ്ങളിലായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 4ാം ഘട്ടം ഏപ്രിൽ 1-ാം തീയതി ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടന്നു. ഇരിങ്ങാലക്കുട DVSP സന്തോഷ് കുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ടം ആദ്യഘട്ടം മാർച്ച് 25-ന് കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ വെച്ചും 2ാം ഘട്ടം വാടാനപ്പള്ളിയിൽ വെച്ചും 3ാം ഘട്ടം ചാലക്കുടിയിൽ വെച്ചും നടന്നു. പൊതുഗതാഗതം ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സേഫ് ഓട്ടോസ് ഫ്രണ്ട്സ് ഓഫ് പോലീസ്. തൃശൂർ റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 650 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ് പരിശീലനം നൽകിയത്. സാമൂഹിക ഉത്തരവാദിത്വം, യാത്രക്കാരുള്ള പെരുമാറ്റം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ് ഉണ്ടായിരുന്നു. പോലീസുമായുള്ള സഹകരണം, അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കൽ, സംശയാസ്പദ വിവരങ്ങൾ കൈമാറൽ, കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കേരള പോലീസിന്റെ അടിയന്തര സഹായ ഹെൽപ്പ് ലൈൻ നമ്പർ 112, സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനുള്ള 1930, ലഹരി സംബന്ധമായ വിവരങ്ങൾ വാട്സാപ്പ് വഴി അറിയിക്കാനുള്ള യോദ്ധാവ് നമ്പർ എന്നിവ ഉൾപ്പെടുത്തിയ സ്റ്റിക്കറുകൾ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കുകയും വിവരങ്ങളടങ്ങിയ കീ ചെയിനുകൾ ഡ്രൈവർമാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഹെൽപ്പ് ലൈൻ നമ്പറുകളെക്കുറിച്ച് പരമാവധി ആളുകളെ ബോധവൽക്കരിക്കാനും പൊതുഗതാഗതം യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സജീവ സഹകരണം ഉറപ്പാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. YMCAയുടെ നേതൃത്വത്തിൽ ഡാവിഞ്ചി പൊരുൾ കലാചരിത്രത്തിന്റെ അവസാന അത്താഴത്തിന്റെ കഥകളി ആവിഷ്കാരം ഏപ്രിൽ 1-ന് റീജിയണൽ തിയേറ്ററിൽ നടത്തി. ചിത്രകാരൻ ഫ്രാൻസിസ് ആന്റണി കോടങ്കണ്ടത്തിന്റെ ഡീ കോഡിംഗ് ഡാവിഞ്ചി എന്ന ചിത്രപരമ്പരയെ ആസ്പദമാക്കിയാണ് ആട്ടം നടന്നത്. രാധാമാധവന്റെ ആട്ടക്കഥയെ അടിസ്ഥാനമാക്കി വണ്ടൂർ ആംഗിക്കം കൾച്ചറൽ സെന്ററാണ് കഥകളി അവതരിപ്പിച്ചത്. മൈക്കിൾ ഏഞ്ചലോയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലെയനാർഡോ വിഞ്ചി
മ്യൂറൽ പെയിൻറ്റിങ് വരച്ചിട്ടുള്ള ആ ലാസ്റ്റ് സപ്പറിൻ്റെ ചിത്രം ഇന്ന് ലോകത്തിലെല്ലായിടത്തും വളരെയേറെ ആദരിക്കപ്പെടുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തതാണ്. ആ ലാസ്റ്റ് സപ്പറിൻ്റെ ഓർമ്മയിൽ ഇത് വളരെ നൂതനമായ ആവിഷ്കാരം, ചരിത്രത്തിലാദ്യമായി അവസാന അത്താഴത്തിൻ്റെ കഥകളി ആവിഷ്കാരം സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നടക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത YMCA പ്രത്യേകമായ വിധത്തിൽ പ്രസിഡന്റ് ജോജു, ഷാജി ചെറിയാൻ, ജിൽസൺ തുടങ്ങി YMCAയുടെ എല്ലാ വന്നത്. ഇവിടെ വലിയ പ്രസംഗങ്ങൾ ഒക്കെ കേൾക്കാനായിട്ടൊന്നും ഞാനും തയ്യാറല്ല, അതോടൊപ്പം നിങ്ങളും തയ്യാറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് ആശംസ പറയുകയാണ്. കാരണം കഥകളി നേരിട്ട് അങ്ങനെ പോയി കാണാനായിട്ടൊരു അവസരം കിട്ടിയിട്ടില്ല, പോകാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഡാവിഞ്ചി പൊരുൾ, അത് ഒന്ന് പൊരുൾ തിരിച്ചു തന്നാൽ കഥകളി കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അതിന് പറയുന്നത് ഇപ്പോൾ ആട്ടക്കഥ വായിക്കാനാണ് പറയുന്നത്, പുസ്തകം വായിക്കാനാണ് പറയുന്നത്. ആ പുസ്തകം വായിച്ചിട്ട് നമ്മളിത് കണ്ടാലാണ് കാര്യം മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് ഈ നോട്ടീസിൽ നിന്ന് മനസ്സിലായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പെസഹ വ്യാഴം തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡേവിസ് ചെർമൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മച്ചാട്, പൊങ്ങണംകാട് തുടങ്ങി എല്ലാ ദേവാലയങ്ങളിലും പെസഹ ആചരിച്ചു. ചിറക്കക്കോട് എളങ്ങല്ലൂർ മനയിൽ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭാഗവത ശ്രീ പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ 8 വരെ നടത്തുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ വാഗ്ദാന പത്രികയും വിഷൻ വടക്കാഞ്ചേരി കോൺക്ലേവ് പരിപാടിയും AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂതൃക്കോവ് ചെറുകുളങ്ങര ക്ഷേത്രത്തിലെ വേലാഘോഷം ഏപ്രിൽ 2-ന് ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.